റീൽസ് മന്ത്രി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത പാലമാണ് ഇത്. ഈ പാലത്തിന് ചെലവ് വന്നിരിക്കുന്നത് 31 കോടി രൂപയാണെന്നാണ് പറയുന്നത്. ശരിക്കും ഈ മേൽക്കൂര പണിയാൻ 31 കോടി രൂപ വേണോ? നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്. കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും ഇതിന് 31 കോടി രൂപ വേണ്ടി വരുമോ? ഇല്ല. പോരാത്തന്നെ ഈ പാലം പണി കഴിഞ്ഞതോ 5 വർഷം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് 5 മനപ്പാലം വന്നതെന്ന് ഞാൻ ഊഹിക്കണു. പക്ഷെ അങ്ങനെയല്ല, ഈ പാലത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ പാലത്തിന് സത്യാവസ്ഥ എന്നുള്ളത്. പക്ഷെ 31 കോടി രൂപയുടെ ഒരു പദ്ധതിയല്ല നടപ്പിലാക്കിയിരിക്കുന്നത്. ഉണ്ടായിട്ടില്ല. 31 കോടി ഇതിന് ചിലവായിട്ടില്ല. തുകയുടെ കാര്യത്തിൽ നമുക്ക് അത്രയും തുക ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. 31 കോടി മുടക്കിയിട്ടാണ് ഈ മേൽക്കൂര പണിതതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നേക്ക് ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 വർഷം 1 മാസവും തികഞ്ഞിരിക്കുകയാണ്. 31 കോടിക്ക് പണിതിട്ടും എന്തും കൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ വിള്ളൽ വരാൻ കാണണം? 31 കോടി ഇതിന് ചെലവാക്കിയിട്ടില്ല. 31 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ന് എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ 31 കോടി രൂപയുടെ ഒരു പദ്ധതിയല്ല നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്താണെന്ന് ആലോചിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. 31 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ന് എനിക്ക് പറയുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. MLA ആശ പറഞ്ഞു ഇതൊരു അഭിമാന നിമിഷമാണ് പാലം പണിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എത്രയായിരിക്കും ശരിക്കും ഇതിന് ഇപ്പോൾ ചിലവായിട്ടുണ്ടാവുക? അഭിമാന നിമിഷമൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ കാര്യം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ CPIയുടെ ഒരു മണ്ഡലമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. അത്രയും കാലങ്ങൾ മാറി മാറി വരുന്ന MLAമാരും 2-3 പ്രാവശ്യം മന്ത്രിയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നിരന്തരമായ ശ്രമവും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലും ഒക്കെ ഇപ്പോൾ ടൂറിസം മേഖലയായിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാർഗം പോകുന്നൊരു പ്രദേശമാണ്. അപ്പോൾ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ശ്രദ്ധ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് 5 വർഷം പിടിച്ചല്ലോ. ഇത് 5 വർഷം പിടിച്ചു. അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാലം എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഈ പാലം പൊക്കുന്ന വിഷയമൊക്കെ ഉണ്ടായി. ഇപ്പം കുറേ കാലതാമസങ്ങളൊന്ന്. പിന്നെ അതിനകത്ത് മുഖ്യമായ പ്രശ്നം എൻ്റെ ടെൻഡർ എടുത്ത മൂവാറ്റുപുഴയിലുള്ളൊരു കോൺട്രാക്ടറായിരുന്നു. സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തിന് ഓരോ റീച്ച് കഴിയുമ്പോഴും ബില്ല് മാറാമെന്നുള്ളൊരു കണ്ടീഷനിലൂടെയാണ് അദ്ദേഹം ഈ വർക്ക് ഏറ്റെടുത്തത്. അന്നും ഗവൺമെൻറ്റിന് സാമ്പത്തികമായി ടൈറ്റ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതൊരു ആവശ്യമായതുകൊണ്ട് ഓരോ റീച്ച് തീരുമ്പോഴും ഫണ്ടുകൾ കൊടുത്തോളാം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് അദ്ദേഹം ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് ഫണ്ട് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അപ്പോൾ അതിന് തന്നെ ഒരു ഘട്ടം കഴിയുമ്പം കുറേ താളം തല്ലി കിടക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പം ഒരു ഫണ്ട് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ കുറേ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറേ കാലതാമസം വന്നിട്ടുണ്ട്. അതിൻ്റേതായ താമസങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ അദ്ദേഹത്തിന് ബില്ല് മാറാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അതാണ് എൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കണ കാലത്തായിരുന്നു ഈ പാലം പണിയുടെ ശരിക്കും പറഞ്ഞാൽ തുടക്കം വെച്ചത് അത്രയേ ഉള്ളൂ. അപ്പോൾ 2012 ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത്. അന്ന് ആ പീരീഡിൽ തന്നെ തീർക്കണം എന്നുള്ളൊരു വാശി ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അന്ന് അത് മാറിപ്പോയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ CPM ഈ 10 വർഷം കൊണ്ട് ചെയ്യണതില്ല. അതെ. ഇപ്പം തന്നെ വൈക്കത്ത് നമ്മുടെ നേരെക്കടവ് മാക്കേക്കടവ് പാലം അത് KK ബാലകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത് സ്ഥലമെടുത്ത് അതിൻ്റെ നടപടികൾ ആരംഭിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ 10-35 വർഷമായിട്ടും അത് പണി പൂർത്തീകരിച്ചില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDFൻ്റെ ശക്തമായ സമരങ്ങൾ ഇവിടെ ഉണ്ടായതിന് ശേഷമാണ് അതിൻ്റെ പണി തുടങ്ങുവാനും ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ച് ഇപ്പം ഉദ്ഘാടനം ചെയ്തു എന്ന് തോന്നുന്നു അങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട വൈക്കത്ത് ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ബാബു സാറേ, പാലം പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 31 കോടി രൂപയാണ് ഈ പാലം പണിയാൻ ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഈ മേൽപ്പാലത്തിന് അത്രയും വേണ്ടി വരുമോ? പോരാത്തതിന് വിള്ളലും വന്നിട്ടുണ്ട്. അത് തുകയുടെ കാര്യത്തിൽ നമുക്ക് അത്രയും തുക ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3,64,00,000 അങ്ങനെ ഏതാണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ ബോർഡ് ഉണ്ടായിരുന്നതാണ്. നമുക്കിവിടെ ഈ പാലം പണിതത് തന്നെ 3-4 വർഷം എടുത്താണ് പണിതത്. വളരെ ഇടുങ്ങിയ 4 മീറ്റർ വീതി ഉണ്ടായിരുന്ന പാലമാണ് പൊളിച്ചിട്ട് ഇപ്പോൾ ഇത് വീതി കൂട്ടി ഇവിടെ ഈ പാലം പണി നടന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അപ്രോച്ച് റോഡ് ഇപ്പോൾ ഏതാണ്ട് 1 വർഷം പോലും ആയില്ല ഇതിൻ്റെ പണി പൂർത്തിയായി, ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വടക്കേ സൈഡ് ഇടിഞ്ഞു താഴാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വിള്ളൽ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു അപകടം തന്നെയായിട്ടാണ് നമുക്കത് തോന്നിക്കുന്നത്. കാരണം അപ്രോച്ച് റോഡ് ഇങ്ങോട്ട് കയറ്റി പുതിയ വീതി കൂട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ വളരെ ബലക്കുറവുള്ള സ്ഥലത്തുകൂടി നിർമ്മിച്ചു പോയതുകൊണ്ടാകാം
അവിടെ ഈ വിള്ളലുണ്ടായതാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. പിന്നെ നമ്മൾ വെച്ചൂരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയയാണ് വൈക്കം വെച്ചൂർ എന്ന് പറഞ്ഞാൽ. ഇത് കുമരകത്തേക്ക് പോകുന്ന ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെ അധികം വാഹനങ്ങൾ പോകുന്നു. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസം മേഖലയായ കുമരകത്തിന് ഇവിടുന്ന് ഏതാണ്ട് 6 കിലോമീറ്ററോ 8 കിലോമീറ്ററോ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അപ്പുറം തൊട്ട് ടൂറിസം മേഖലയാണ്. ആ മേഖലയിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങളും മറ്റു വാഹനങ്ങളും കോട്ടയം ടൗണിലേക്ക് പോകുന്ന വാഹനം തിരിച്ച് ആലപ്പുഴയിലേക്കും ചേർത്തലയിലേക്കും വൈക്കത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഓടുന്ന ഒരു തിരക്കേറിയ ഒരു റോഡാണ് നമ്മുടെ ഈ വൈക്കം വെച്ചൂർ റോഡ്. ഇതിൻ്റെ അകത്ത് തൊട്ടടുത്ത് ബണ്ടോടി ജംഗ്ഷനുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെ തിരക്കുള്ള, അതായത് കിലോമീറ്ററുകളോളം നീളത്തിൽ ബ്ലോക്ക് രൂപപ്പെടുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണിത്. അതുകൂടാതെ തന്നെ ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡില്ല, അതിൻ്റെ ഒരു അപാകതയുണ്ട്. അതുകൊണ്ട് ഈ ഓടിയെത്തുന്ന ചില വാഹനങ്ങൾ സൈഡുകളിൽ ഈ പാലത്തിലുമൊക്കെ ഒതുക്കിയിട്ടുകൊണ്ട് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു രീതിയും ഈ പ്രദേശത്തുണ്ട്. അതിനൊക്കെ അടിയന്തരമായൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുഹമ്മദ് റിയാസാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ശരിക്കും ഈ പാലത്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു? ശരിക്കും ഈ പാലം ആവശ്യകതയുള്ളത് തന്നെയാണ്. തിരക്കേറിയ റോഡാണ്. 4 മീറ്റർ വെറും 4 മിനിസോ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഒരു വാഹനം വന്നാൽ മറിച്ചൊരു വാഹനത്തിനോ ഒരു കാൽനട യാത്രക്കാരനോ പോകാനുള്ള വീതി ഉണ്ടായിരുന്ന പാലമല്ല. തികച്ചും ഇത് നാട്ടുകാരുടെ സമരം മൂലമാണ് ഈ അടിയന്തരമായിട്ട് ഈ പാലം, ഈ റോഡ് വരുന്നതിന് മുമ്പ് ഇവിടെ പണിയാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഇത് അത്യാവശ്യമാണ് ഈ റോഡ്. ശരിക്കും ഇത് കോൺഗ്രസ് കാലത്താണ് ഈ പാലം പണിയണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങിയത് പറയണത് കേട്ടു. 2012 ആ കാലഘട്ടം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കണ കാലത്ത്. പക്ഷേ ഇത് പണി തുടങ്ങിയത് 2020 പോരാത്തതിന് 5 വർഷം ആവുകയും ചെയ്തു. ശരിക്കും കോൺഗ്രസ്സുകാരെയും തട്ടിയെടുത്താണ് CPM? അങ്ങനെ തട്ടിയെടുത്തത് ആണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ തൊട്ടിത് പണിയാൻ ആവശ്യപ്പെട്ട് റോഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. അതിന് പര്യാപ്തമായ ഫണ്ടുകൾ ലഭിക്കാതെ വന്നതുകൊണ്ടാണ് അത് നീണ്ടുപോയത്. അതിനുശേഷം ശ്രീമതി ആശ വന്നതിന് ശേഷം അതിനുവേണ്ടി ശ്രമിച്ചു. അതിന് ഇവിടെ ഫണ്ട് അനുവദിക്കാൻ കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ റോഡ് വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വൈക്കത്തുനിന്ന് ഇവിടം വരെ ഈ റോഡിന് വേണ്ടി നടന്നതാണ്. ഇതുവരെ ഈ റോഡിന് വേണ്ടി ഈ പാലം പണി അല്ലാണ്ട് മറ്റൊരു പണികൾ ഇതേവരെ നടന്നിട്ടില്ല. അതൊരു അപാകത തന്നെയാണ്. അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പൊളിച്ചു മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടപാടുകളും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വസ്തു ഉടമകൾക്ക് പൈസ കൊടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചതല്ലാണ്ട് ഇതുവരെ അത് പൂർത്തിയാക്കുവാനോ ഈ റോഡിൻ്റെ പണി ആരംഭിക്കുവാനോ ഇതേവരെ സാധിച്ചിട്ടില്ല. അതൊരു അപാകത തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ പോകുന്നതാണോ? ഇല്ല, ഇപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾ പോകത്തില്ല. റോഡിന് അളവിൽപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ വസ്തു പോകുന്നതുകൊണ്ട്, സ്ഥാപനങ്ങൾ പോകുന്നതുകൊണ്ട്. ഞാനും ഒരു കടയുമായിട്ടിരിക്കുന്ന ആളാണ്. എനിക്ക് 2 സ്ഥാപനങ്ങളുണ്ട്. ആ 2 സ്ഥാപനത്തിൻ്റെയും ഫ്രണ്ടേജ് പൊളിഞ്ഞു പോകുന്നതാണ്. അതുപോലെ ഒട്ടനവധി ആളുകളുടെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ കടകൾ പൊളിഞ്ഞു പോകുന്നതാണ്. അവർക്കുള്ള നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് അവർ കാത്തു കിടക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് മുമ്പോട്ട് ഇതെപ്പോൾ പൊളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ബിസിനസ്സുകൾ നടക്കാതെ തുടങ്ങി മറ്റ് സാധനങ്ങൾ എടുത്തു വെച്ച് ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും വ്യാപാരികൾ ഇരിക്കുന്നുണ്ട്. ദശരഥൻ സാറേ, 31 കോടി മുടക്കിയിട്ട് ഈ മേൽക്കൂര പണിതാണ് അന്ന് പറയുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞ 31 കോടിയുടെ ചെലവ് ഉണ്ടായിട്ടുണ്ടെന്ന് സാർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടായിട്ടില്ല. 31 കോടി ഇതിന് ചിലവായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നാൻ കാര്യം വെച്ചാൽ അതിൻ്റെ ആ രീതി അങ്ങനെയാണ്. കാര്യം പാലത്തിന്റെ കിടപ്പാണല്ലേ. ഈ പാലം ഈ ഒരു വശം കിഴിപ്പോട്ട് കുത്തിയിരുന്ന പോലെ വന്നതാണ്. ഈ സൈഡ് ഇവിടുത്തെ MLAക്ക് ഇച്ചിരി പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട്. ഇത് എന്താണ് ശരിക്കും പറഞ്ഞാൽ പ്രയോജനം കിട്ടിയത്? അവരിങ്ങനെ കുറെ ഒത്തിരി കാര്യങ്ങൾ വികസനത്തിന്റെ പേരും പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനത്തിന് പ്രയോജനം വന്നിട്ടില്ല. അപ്പൊ ഈ മേൽപ്പാലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നോ? മേൽപ്പാലം ആവശ്യമുള്ളതാണ്. ആവശ്യമുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ആവശ്യമുണ്ട്. മേൽപ്പാലം വേണമല്ല. ഇപ്പം തന്നെ ഈ തിരക്ക് കൂടുമ്പം ആൾക്കാർക്ക് നടന്നു പോകണ്ടേ. മേൽപ്പാലം ആവശ്യമുണ്ട്. ഇപ്പൊ ഇത് വന്നതിൽ ഗുണം ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? അതോ വന്നതിൽ ദോഷമൊന്നുമില്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. മേൽപ്പാലം വന്നതിൽ അത് നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. ഇപ്പൊ താമസിച്ചു എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ തുകയും ഉത്തരവായിട്ടില്ല ഇതിന്. ശരിക്കും പറഞ്ഞാൽ ഈ മേൽപ്പാലം പണി ചെയ്തിട്ട് 1 വർഷം 1 മാസമാണ് കഴിഞ്ഞിരിക്കണത് ഇന്നേക്ക്. അപ്പോൾ ഇപ്പൊ തന്നെ 31 കോടിയുടെ പാലത്തിന് വിള്ളൽ വരാൻ തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ അവര് അടിച്ചു മാറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ആരാണ്? പിണറായി സർക്കാരാണോ? ഈ സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ MLA ആണല്ലേ. പിണറായി സർക്കാർ പിന്നെ കാലത്താണ് ചെയ്തത്. പക്ഷെ അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വെച്ചൂർ പഞ്ചായത്തും ടീപുരം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് കരിയാർ സ്പിൽവേ. കാലാകാലങ്ങളായി ഇപ്പം ഈ CPI ഭരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഈ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരും മാറുമാറുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഉദ്ദേശിച്ച് നടക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സാർ വന്നു കഴിഞ്ഞപ്പോൾ
പുള്ളിക്ക് അത് തീർക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ്. 3 വർഷങ്ങൾക്ക് ശേഷം പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അങ്ങനെ നിരവധിയായ പാലങ്ങൾ തന്നെ ഈ വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF-ൻ്റെ കാലത്ത് പണി തീർത്തിട്ടുണ്ട്. നമ്മുടെ എവിടെ ആപ്പാഞ്ചിറ പാലം, പൊതിയിൽ മേഴ്സി പാലം, ഇങ്ങനെയുള്ള നിരവധിയായ പാലങ്ങൾ ആ കാലഘട്ടത്തിൽ തീർത്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടുള്ളത്. അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് കുറേ കാര്യങ്ങൾ വൈക്കത്ത് ആശുപത്രിയുടെ ആ പുതിയ ബിൽഡിങ്ങൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ച് പൂർത്തീകരിച്ച് വന്ന പദ്ധതികളാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് കുറച്ച് പണി പൂർത്തീകരിച്ചുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ്. അന്ന് തുടങ്ങി വെച്ചെങ്കിലും കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായ പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം UDF-ൻ്റെ 5 വർഷക്കാലം തുടങ്ങി വെച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ പെൻഡിങ് വന്നത് മാത്രമാണ് ഈ ഒരു 10 വർഷക്കാലം കൊണ്ട് അവർ തീർത്തിട്ടുള്ളത്. നമുക്ക് ഒത്തിരി വൈക്കത്ത് ഒത്തിരി അപാകതകളൊക്കെ ഉണ്ട്. വികസനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വേണം ഞങ്ങൾക്ക്. ഒരു തൊഴിൽ മേഖലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റോഡ് ഇപ്പോൾ നമുക്ക് വൈക്കം വെച്ചൂർ റോഡ് കിഫ്ബിയിൽ ഏറ്റെടുത്ത് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കുറേയായി. ഇപ്പോഴും നിലവിൽ ഏറ്റെടുത്തെങ്കിലും സ്ഥലം ഏറ്റെടുത്തവർക്കോ അതുപോലെ തന്നെ ഈ കടകൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മറ്റ് നഷ്ടപരിഹാരങ്ങളോ ഒന്നും കൊടുക്കുവാനായിട്ട് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റോഡ് നന്നാക്കും. പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള റോഡാണ് ഇതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം കിഫ്ബി ഏറ്റെടുത്തതിന് എത്ര നാളായി? ദേ വരുന്നു പറഞ്ഞാൽ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MLA പറഞ്ഞു പണി ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇനി എവിടെ തുടങ്ങാൻ? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. ഇനി വീണ്ടും ഈ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. ഇവിടെ അറിയാം, ഒരു ബസ് സ്റ്റാൻഡ് പോലും നമ്മുടെ ഇവിടെ ഇല്ല. ഈ പിന്നെ ബ്ലോക്കാണ് ഈ ബണ്ടോട് ജംഗ്ഷനിൽ. അവിടുന്ന് അല്ലേ 2 സ്റ്റോപ്പ് ആലപ്പുഴയും ചേർത്തലയെന്ന് പറഞ്ഞാൽ അല്ലേ അത് തന്നെ വൈക്കത്തു നിന്ന് ചേർത്തലയെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് 2ഉം ഈ ജംഗ്ഷനിൽ തന്നെ ഇരിക്കണേ. അതിന് സ്റ്റാൻഡ് പോലും ഇവിടെ കൊണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ MLA-ക്ക് സ്റ്റാൻഡിന് സ്ഥലം എടുത്തിട്ടാണ് അത് ഇതുവരെയും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒത്തിരി ദോഷങ്ങളുണ്ട് ഇവിടെ. ഇനിയിപ്പോ എന്തായാലും ഇലക്ഷൻ ആവാറായി 1.5 മാസം കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ ഞങ്ങളെ വെച്ചൂരെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് 1-2 പ്രാധാന്യമുള്ള കാര്യമുള്ളത് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ വെച്ചൂർ ഔട്ട് പോസ്റ്റ്. ഈ മേഖലയിൽ ഒത്തിരി വിഷയങ്ങളുള്ള ഒരു പ്രദേശമാണ് വെച്ചൂർ പ്രദേശം. ഈ പോലീസ് സ്റ്റേഷൻ നമ്മുടെ കല്ലറയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ഞങ്ങൾ 3 ബസ് കയറിയെങ്കിൽ മാത്രമേ ഈ പോലീസ് സ്റ്റേഷന് ഒരു പരാതി കൊടുക്കാൻ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്ക് ഈ പോലീസ് സ്റ്റേഷൻ മുതൽ അങ്ങോട്ട് മാറ്റിക്കൊണ്ടാണ് പൂർത്തീകരിച്ചുള്ളത്. MLA-യുടെ ഒരു 100-150 മീറ്റർ അകലെയാണ് ഞങ്ങൾക്ക് വെച്ചൂർ പഞ്ചായത്തിലെ ആളുകൾക്ക് കറണ്ട് ചാർജ് അടയ്ക്കാനായിട്ട് ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങളൊക്കെ കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരുന്നത്. ഒരു വീട്ടിലൊരു കറണ്ട് പീസ് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുള്ളൂ. ആ 100-150 മീറ്റർ അകലെയുള്ള കളക്ഷൻ സെൻറ്റർ പോയിട്ട് പോലും അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും ഈ MLA-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പുതിയ പോലീസ് സ്റ്റേഷൻ അല്ല കല്ലറയിൽ വന്നത്, ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചാണ്. അതെ. ഏറ്റവും കൂടുതൽ വിഷയമുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് ഇത് മാറ്റിയാൽ ഈ പ്രദേശത്ത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പരാതി കൊടുക്കണമെങ്കിൽ 3 ബസ് കയറി വേണം ഞങ്ങൾക്ക് കല്ലറ പഞ്ചായത്ത് ചെല്ലുവാൻ.